ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 3 പൊളിറ്റിക്കൽ ഇഷ്യൂസ്. വിശാലമായ രാഷ്ട്രീയ വ്യവസ്ഥയുമായുള്ള ബന്ധം, അധികാര വിതരണത്തെക്കുറിച്ചും ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഏതൊരു സമൂഹത്തിലും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നതിന് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പ്രശ്നങ്ങൾ അധികാര ഭരണം, വിഭവങ്ങളുടെയും വിതരണങ്ങളെയും ഉൾപ്പെടുന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നത് രാഷ്ട്രീയത്തിന്റെ മണ്ഡലങ്ങളിൽ ഉയർന്നു വരുന്ന വിവാദങ്ങളും വെല്ലുവിളികളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനീക്വാളിറ്റീസ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് പവർ ആൻഡ് ഡൈനാമിക്സ്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ ഉള്ള കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അധികാരം ചില വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ഇത് അസമത്വത്തിലേക്കും അധികാരത്തിന്റെ പോരാട്ടങ്ങളിലേക്കും നയിക്കുന്നു. പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഐഡിയോളജീസ്. രാഷ്ട്രീയ വ്യവസ്ഥകൾ എന്നത് അധികാരം വഴിയുള്ള ഘടനകളെയും പ്രക്രിയകളെയുമാണ് സൂചിപ്പിക്കുന്നത്. ജനാധിപത്യം, സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ സോഷ്യലിസം പോലുള്ള വ്യത്യസ്ത ആശയങ്ങളെയും മൂല്യങ്ങളെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രൂപപ്പെടുത്തുകയും വിശകലനം ചെയ്യുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത്. സോഷ്യൽ മൂവ്മെന്റ്. സാമൂഹികമോ രാഷ്ട്രീയമോ ആയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ നടത്തുന്ന കൂട്ടായ ശ്രമമാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ. ഇതിലൂടെ സമൂഹത്തിനുള്ളിലെ അനീതികൾക്കും പരാതികൾക്കോ ഉള്ള പ്രതികരണമാണ്. വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും സമാഹരണം, പ്രായോഗിക തന്ത്രങ്ങൾ, രാഷ്ട്രീയ പ്രക്രിയകൾ, നയങ്ങൾ എന്നിവയിൽ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഇനി ഗ്ലോബലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ആഗോളവൽക്കരണം എന്നത് ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകളുടെയും വർദ്ധിച്ചു വരുന്ന പരസ്പര ബന്ധത്തെയും പരസ്പര ആശ്രിതത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ദേശീയ അതിരുകളുടെ നീളം, അധികാരം, വിഭവങ്ങൾ, അവസരങ്ങൾ എന്നിവയുടെ വിതരണത്തെ സ്വാധീനിക്കുന്നതിനാണ് ഇത്. രാഷ്ട്രീയ വിഭവങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. ഇനി ലോക്കൽ സ്ട്രക്ചർ പവർ. അധികാരത്തിന്റെ വിതരണം, തീരുമാനമെടുക്കൽ പ്രക്രിയകൾ, ചലനാത്മകത എന്നിവയെ മനസ്സിലാക്കുന്നതിന് അധികാര ഘടനകളെ കുറിച്ച് പഠനം ആവശ്യമാണ്. പട്ടണങ്ങൾ, നഗരങ്ങൾ അല്ലെങ്കിൽ അയൽപക്കങ്ങൾ പോലുള്ള പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ സ്വാധീനവും നിയന്ത്രണവുമുള്ള വിവിധ മേഖലകളും സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികൾ എന്നിവയിലൂടെയാണ് അധികാരത്തിന്റെ പ്രാദേശിക ഘടന സൂചിപ്പിക്കുന്നത്. ഇതിൽ അധികാരം കൈക്കൊള്ളുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതുമായ പ്രത്യേക പ്രാദേശിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. ഇനി സിഗ്നിഫിക്കൻസ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ്. അധികാരത്തിന്റെ പ്രാദേശിക ഘടനകൾ ഒരു കമ്മ്യൂണിറ്റിയിലെ തീരുമാനമെടുക്കൽ പ്രക്രിയകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു. ഉദാഹരണത്തിന് ഒരു പ്രാദേശിക സർക്കാർ സ്ഥാപനം പൊതു അടിസ്ഥാന സൗകര്യ പദ്ധതികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരിപാടികൾക്കുള്ള ഫണ്ട് വിനിയോഗത്തെ കുറിച്ചുള്ള തീരുമാനങ്ങളെല്ലാം ഇതിലൂടെയാണ് എടുക്കുന്നത്. ഈ റെപ്രസെന്റേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. അധികാരത്തിന്റെ പ്രാദേശിക ഘടനകൾ കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകാനും തീരുമാനമെടുക്കാൻ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ, കമ്മ്യൂണിറ്റി ഫോറങ്ങൾ എന്നിവയുടെ വ്യക്തികൾക്ക് നയങ്ങൾ സ്വാധീനിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് ജനാധിപത്യ പങ്കാളിത്തത്തിനൊരു നാഗരിക ഇടപെടലിന്റെയും ബോധം വളർത്തുന്നു. സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് മാർജിനലിസം. പ്രാദേശിക അധികാര ഘടനയ്ക്ക് സാമൂഹ്യ അസമത്വങ്ങൾക്കും സമുദായങ്ങളിലെ പാർശ്വവൽക്കരണത്തിനും സംഭാവനകൾ ചെയ്യാൻ കഴിയും. ഇത് പലപ്പോഴും അസമമായ വിഭവങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമാകുന്നു. ഇനി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. കമ്മ്യൂണിറ്റി വികസന സംരംഭങ്ങളിൽ അധികാരത്തിന്റെ പ്രാദേശിക ഘടനകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രാദേശിക ആവശ്യങ്ങൾ തിരിച്ചറിയാനും പരിഹരിക്കാനും സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കാനും സമൂഹത്തിന് മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കാനും സഹകരിച്ചുള്ള പ്രവർത്തനമാണിത്. സോഷ്യൽ കോഹിഷൻ ആൻഡ് കളക്ഷൻ ആക്ഷൻ. അധികാരത്തിന്റെ പ്രാദേശിക ഘടനയ്ക്ക് സമുദായങ്ങളിലും സാമൂഹ്യ ഐക്യവും കൂട്ടായ പ്രവർത്തനം സുഖകരമാക്കാൻ കഴിയും. കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കുള്ള ഒത്തുചേരാനും സഹകരിക്കാനും പൊതുവായൊരിടം കൂടി ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. പിന്നെ വേരിയേഷൻസ് ഓഫ് ലോക്കൽ പവർ സ്ട്രക്ചർ. പ്രാദേശിക തലത്തിൽ
നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രൂപപ്പെടുത്തുന്നതിനും തീരുമാനമെടുക്കുന്നതിനുള്ള സ്വാധീനത്തിനും വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കപ്പെടണമെന്ന് നിർണയിക്കുന്നതിൽ അധികാര ഘടനയ്ക്ക് പങ്കുണ്ട്. സമൂഹത്തിൽ നിലനിൽക്കുന്നതും പ്രയോഗിക്കുന്നതുമായ സംവിധാനങ്ങളെ ക്രമീകരണമാണ് അധികാര ഘടനകൾ. അധികാരം എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ എങ്ങനെ അത് ഇടപെടുന്നുവെന്നും അധികാര ഘടനകൾ മനസ്സിലാക്കുന്നു. പ്രാദേശിക ഘടനയിൽ ഇത് ചെറിയ ഗ്രൂപ്പോ വ്യക്തികളിലോ നിലനിൽക്കുന്നതാണ്. ഇനി ടൈപ്പ് ഓഫ് ലോക്കൽ സ്ട്രക്ചർ പവർ. അതിൽ ഫസ്റ്റ് പറയുന്നത് കൺസ്ട്രക്റ്റഡ് പവർ സ്ട്രക്ചർ. ഒരു പ്രാദേശിക കമ്മ്യൂണിറ്റിയിലോ ഒരു ചെറിയ ഗ്രൂപ്പിലോ വ്യക്തിയിലോ അധികാരം തീരുമാനമെടുക്കാനുള്ള കൈവശം വെച്ചിരിക്കുന്ന സംവിധാനങ്ങളെയും കേന്ദ്രീകൃത അധികാര ഘടന സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് സമൂഹത്തിൽ സാരമായ നിയന്ത്രണമുണ്ട്. പ്രാദേശിക ഭരണത്തെ പലപ്പോഴും പ്രഭുവർഗത്വം നിലനിൽക്കുന്നു. ഇവർ അധികാരം കൈവെക്കുകയും ജനതയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഈ സ്ഥാനം പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതാണ്. ഡീസെൻട്രലൈസേഷൻ പവർ സ്ട്രക്ചർ. ഇത് പ്രാദേശിക തലത്തിൽ ഒന്നിലധികം ഓർഗനൈസേഷനുകൾ, അസോസിയേഷനുകൾ എന്നിവർക്കിടയിലെ അധികാരവും തീരുമാനമെടുക്കാനുള്ള അധികാരവും വിതരണം ചെയ്യുന്ന സംവിധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ പങ്കാളിത്ത ജനാധിപത്യം നിലനിൽക്കുന്നു. ഇതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും പൗരന്മാരുടെ ഇടപെടലുകൾ ഒരു സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൽ നിന്നും സാമൂഹികമായ ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഡീസെൻട്രലൈസേഷൻ സജീവ പൗരത്വ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ജനാധിപത്യ പങ്കാളിത്തം വളർത്തുകയും സാമൂഹ്യ ഐക്യം വളർത്തുകയും വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇനി ഇൻഫോർമൽ പവർ. ഔപചാരിക സ്ഥാപനങ്ങൾ പുറത്ത് പ്രവർത്തിക്കുകയും ഔദ്യോഗിക അധികാര സ്ഥാപനങ്ങൾക്ക് പുറത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളാണ് ഔപചാരിക സംഘടനകൾ സൂചിപ്പിക്കുന്നത്. ഔപചാരിക ഘടനകൾ പലപ്പോഴും സമൂഹത്തിന്റെ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അനൗപചാരിക ഘടന ഔപചാരിക ഘടനയുടെ ഉള്ളിൽ വരുന്നതാണ്. സമൂഹത്തിനുള്ളിൽ സ്വാധീനം ചെലുത്തുന്ന വസ്തുക്കളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വ്യക്തിബന്ധങ്ങൾ, സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവയിലൂടെ അനൗപചാരിക അധികാര ഘടനകൾ വികസിക്കുന്നു. ഈ ഘടനകൾ ഔപചാരിക സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി അനുവദിച്ചിട്ടുള്ളതല്ല. ഇതിനകത്ത് പ്രൊഫഷണൽ പവർ സ്ട്രക്ചർ. നിർദ്ദിഷ്ട മേഖലയിലോ വ്യവസായങ്ങളിലോ പ്രത്യേക അറിവും വൈവിധ്യങ്ങളും അംഗീകൃത യോഗ്യതയുമുള്ള വ്യക്തികളെ ഗ്രൂപ്പുകളോ ചെലുത്തുന്ന അധികാരമാണിത്. ചില തൊഴിലുകൾക്ക് ഉയർന്ന തലത്തിലുള്ള നൈപുണ്യവും പരിശീലനവും പ്രൊഫഷണൽ നിലവാരവും ആവശ്യമാണെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഘടനകൾ രൂപീകരിച്ചിട്ടുള്ളത്. മെഡിക്കൽ അല്ലെങ്കിൽ അസോസിയേഷനുകൾ പോലെയുള്ള പ്രൊഫഷണൽ അസോസിയേഷനുകൾ അതാത് തൊഴിലുകളുടെ പെരുമാറ്റവും നിലവാരവും നിയന്ത്രിക്കുന്നതിനും നിർണയിക്കുന്നതിനും പങ്കുവഹിക്കുന്നു. ഇതിൽ വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ അവരുടെ വൈവിധ്യവും മാനദണ്ഡങ്ങളും പാലിക്കുന്നതിനുള്ള അടിസ്ഥാന സ്വാധീനമുണ്ട്. ഇനി അടുത്തത് ഇന്റർസെക്ഷണൽ പവർ. ഇത് വ്യക്തികളുടെ സ്വഭാവമോ സാമൂഹ്യ സ്വാതന്ത്ര്യമോ മാത്രമല്ല, ലിംഗഭേദം, വംശം, വർഗം തുടങ്ങിയ ഒന്നിലധികം സാമൂഹ്യ ഐഡന്റിറ്റികളെ സങ്കീർണമായ ഇടപെടലുകളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ ലിംഗപരമായ മാറ്റങ്ങളും വംശം വർഗപരമായ മാറ്റങ്ങളും കാര്യമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇത് സാമൂഹ്യ വിപണിക്കുള്ള അസമത്വത്തെ നിലനിർത്തുന്നുണ്ട്. ഇനി ഗവൺമെന്റൽ പവർ സ്ട്രക്ചർ. പ്രാദേശിക കൗൺസിലുകൾ, ടൗൺ ബോർഡുകൾ അല്ലെങ്കിൽ പ്രാദേശിക അധികാരികൾ പോലുള്ള പ്രാദേശിക തലത്തിലുള്ള ഔപചാരിക സ്ഥാപനങ്ങളും അധികാര ഘടനകളും ഉൾപ്പെടുന്നതാണിത്. ഇത് ഗവൺമെന്റ് അംഗീകൃത പ്രാദേശിക ഭരണ സമിതിയാണ്. പ്രാദേശിക നഗരത്തിലെ അധികാരം കൈയാളുകയും ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിൽ ഭാഗമാകുകയും ചെയ്യുന്നു. പൊതുസേവനങ്ങൾ, അടിസ്ഥാന സൗകര്യം വികസനം, ഭൂവിനിയോഗം ആസൂത്രണം, ബഡ്ജറ്റ്, വിഹിതം തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഇവർക്കുണ്ട്. സെൻട്രലൈസ്ഡ് പവർ സ്ട്രക്ചർ. ഒരു പ്രാദേശിക സമൂഹത്തിലെ സ്വാധീനമുള്ള ഏതാനും കുടുംബങ്ങളുടെയോ വ്യക്തികളുടെയോ കൈകളിൽ അധികാരം നിലനിൽക്കുന്നതിനാണിത്. ഇത് പലപ്പോഴും സാമ്പത്തികം രാഷ്ട്രീയപരമായ ഘടകങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. സാമ്പത്തിക ശക്തികൾക്ക് പുറമെ അധികാര സാമൂഹ്യ ഘടകങ്ങൾ സാമ്പത്തിക ശക്തികൾക്ക് പുറമെ അധികാര സാമൂഹ്യ ഘടകങ്ങൾ നയിക്കപ്പെടുന്നു. ഇത് സാമൂഹ്യ ഇടപെടലുകളെ സ്വാധീനിക്കാനും പ്രാദേശിക
സാമൂഹ്യ ശ്രേണിയിൽ ഒരു പ്രത്യേക സ്ഥാനം നിലനിർത്താനും അവരെ പ്രാപ്തരാക്കുന്നു. സാമ്പത്തിക അവസരങ്ങൾ, സാമൂഹ്യ ചലനാത്മകത, വിഭവങ്ങളിലേക്കും സേവനങ്ങളിലേക്കുമുള്ള പ്രവേശനം, കമ്മ്യൂണിറ്റി ആനുകൂല്യങ്ങളുടെയും വിതരണം എന്നിവ പ്രാദേശിക മേഖലയിൽ വിവിധ വശങ്ങളാണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് പവർ സ്ട്രക്ചർ. പ്രാദേശിക കമ്മ്യൂണിറ്റിയിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള സംഘടനകൾ, സംരംഭങ്ങൾ, നെറ്റ്വർക്കുകൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള അധികാര ഘടനയാണിത്. തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കാനും അവരുടെ ആവശ്യങ്ങൾ ബാധിക്കാനും അവിടെ വികസനം നിലനിർത്താനും ഇത് സഹായിക്കുന്നു. താമസക്കാർക്ക് അരോചകരമായ പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും കൂട്ടായ പ്രവർത്തനത്തിലുള്ള ഒരു വേദി ഒരുക്കപ്പെടുകയും ചെയ്യുന്നു. കമ്മ്യൂണിറ്റി അധിഷ്ഠിത അധികാര ഘടനകൾ പ്രാദേശിക അറിവുകൾ, ജീവിത അനുഭവങ്ങൾ, കമ്മ്യൂണിറ്റി ഇടപെടൽ എന്നിവയുടെ പ്രാധാന്യം ഊന്നി പറയുകയാണ് ഇത് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിറ്റി ഐക്യദാർഢ്യ ബോധം ജനങ്ങളിൽ സാമൂഹ്യ ഐക്യത്തിന്റെ സഹകരണത്തിനും വഴിയൊരുക്കുന്നു. ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് പവർ സ്ട്രക്ചർ. പ്രാദേശിക കമ്മ്യൂണിറ്റിയിൽ നിർദ്ദിഷ്ട താല്പര്യങ്ങൾ, ആശകൾ എന്നിവ വാദിക്കുന്ന സംഘടിത ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നതാണിത്. ഇത്തരം ഗ്രൂപ്പുകൾ അവരുടെ അംഗങ്ങളുടെ കൂട്ടായ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത്തരം ഗ്രൂപ്പുകൾ തങ്ങളുടേതായ ഒരു പ്രത്യേക താല്പര്യങ്ങളും മൂല്യങ്ങളും പിന്തുടർന്ന് പ്രവർത്തിക്കുകയും അതിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് തൊഴിലാളി യൂണിയൻ തുടങ്ങിയ തൊഴിൽപരമോ മതപരമോമായ സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. ഇനി കൊളാബറേറ്റീവ് പവർ സ്ട്രക്ചർ. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും വിവിധ പങ്കാളികൾ തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെയും സഹകരണത്തിന്റെയും പ്രാധാന്യത്തെ പറയുന്ന വീക്ഷണമാണിത്. ഫലവത്തായ ഭരണത്തിനും പ്രശ്ന പരിഹാരത്തിനും ഇത്തരം സഹകരണ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഉപകാരപ്രദമാണ്. കമ്മ്യൂണിറ്റി ഗവൺമെന്റ് സഹകരണങ്ങളിൽ പ്രാദേശിക സർക്കാർ അധികാരവും കമ്മ്യൂണിറ്റി സംഘടനകളും ഗ്രൂപ്പുകളും അടുത്ത സഹകരണവും നിലനിർത്തുന്നു. കമ്മ്യൂണിറ്റി പ്രത്യേക ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ. സാംസ്കാരിക പരമ്പരാഗത അധികാര ഘടനകൾക്ക് സമൂഹത്തിൽ സാംസ്കാരിക മാനദണ്ഡങ്ങളും പാരമ്പര്യ ആചാരങ്ങളും എന്നിവ സ്വാധീനിക്കപ്പെടുന്നതാണ്. സാംസ്കാരികവും പാരമ്പര്യഗതമായ അധികാര ഘടന വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്തമാണ്. പരമ്പരാഗത മൂല്യത്തെ സംരക്ഷിക്കാനായി പലപ്പോഴും അംഗീകരിക്കപ്പെടുന്ന ഗോത്ര നേതാക്കൾ അല്ലെങ്കിൽ കൗൺസിലുകൾ അധികാരം കൈയാളുന്നു. ചില സംസ്കാരങ്ങളിൽ അധികാര ഘടനയെ ലിംഗപരമായ റോളുകൾ സ്വാധീനിക്കാറുണ്ട്. ഇത്തരം സ്വാധീനം സ്ത്രീ പുരുഷ സമൂഹത്തിൽ വ്യത്യസ്ത റോളുകളാണ് നൽകപ്പെടുന്നത്. എക്കണോമിക് പവർ സ്ട്രക്ചർ. ഒരു പ്രാദേശിക മേഖലയിലെ ഭരണത്തിൽ ശക്തമായ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ വ്യവസായ സംഘടനകൾ സ്വാധീനം ചെലുത്തുന്നു. അവരുടെ സാമ്പത്തിക ആധിപത്യം വഴി സമൂഹത്തിൽ ഭരണകാര്യങ്ങളിൽ നേരിട്ടോ അല്ലാതെയോ ഭാഗമായി തീരുന്നുണ്ട്. പ്രാദേശിക ഭരണ മേഖലയിൽ മാറ്റങ്ങളും നയങ്ങളും രൂപീകരിക്കുന്നതിൽ ഇവർ സുപ്രധാന പങ്കുവഹിക്കുന്നു. പ്രാദേശിക മേഖലയിലെ തൊഴിൽ ശക്തിയെ പലപ്പോഴും ഇത്തരം കോർപ്പറേറ്റ് ഉടമകൾ നിലനിർത്തുന്നത്. ഇനി അടുത്തത് ലോക്കൽ പവർ സ്ട്രക്ചർ ആൻഡ് വൈഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. പ്രാദേശിക കമ്മ്യൂണിറ്റികൾ മുതൽ ദേശീയ അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങൾ വരെയുള്ള വിവിധ തലങ്ങളിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുള്ള പരസ്പര ബന്ധമുള്ള സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവയാണ് രാഷ്ട്രീയ വ്യവസ്ഥ സൂചിപ്പിക്കുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് വൈഡ് പൊളിറ്റിക്സ്. ഷേപ്പിംഗ് സോഷ്യൽ ഫാബ്രിക്. ഒരു സമൂഹത്തിനുള്ളിൽ വ്യക്തികൾ, ഗ്രൂപ്പുകളുടെയും അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ എന്നിവ നിർവചിക്കുന്ന നയങ്ങളും നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കുന്ന വിശാലമായ രാഷ്ട്രീയ സ്വാധീനം നിലനിർത്തുകയും ചെയ്യുന്നതാണിത്. ഇനി ഇമ്പാക്ട് ഓഫ് എക്കണോമിക് സിസ്റ്റം. സാമ്പത്തിക വ്യവസ്ഥകളും നയങ്ങളും രൂപപ്പെടുന്നതിന് രാഷ്ട്രീയ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. നികുതി, വ്യാപാര നിയന്ത്രണം, സാമ്പത്തിക നിയന്ത്രണം ഇതിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിർത്താനും മാത്രമല്ല അമിതമായ കള്ളനോട്ട് വിതരണത്തെയും മറ്റും ഇല്ലാതാക്കാനും സാമ്പത്തിക അസന്തുലിതാവസ്ഥ മറികടക്കാനും സഹായിക്കുന്നു. ഇൻഫ്ലുവൻസ് ആൻഡ് കൾച്ചറൽ എക്സ്പ്രഷൻ. സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ വിശാലമായ രാഷ്ട്രീയ വ്യവസ്ഥ സ്വാധീനിക്കുന്നുണ്ട്. ഭാഷ, സംസ്കാരം, പ്രായതികം, കല, മാധ്യമം എന്നീ മേഖലയിൽ രാഷ്ട്രീയ ഘടന ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. ഇതിലൂടെ ഓരോ വ്യക്തികളും തന്റേതായ മൂല്യങ്ങളും ആശയങ്ങളും പിന്തുടരാൻ സാധിക്കുകയും ചെയ്യുന്നു. പവർ ഡൈനാമിക് ആൻഡ് സോഷ്യൽ ഇനീക്വാളിറ്റീസ്.
വിശാലമായ രാഷ്ട്രീയ പഠനം സമൂഹത്തിന്റെ അധികാര വിതരണത്തിന്റെയും സമൂഹത്തിലെ അസമത്വങ്ങളെയും സ്വാധീനിക്കുന്നു. ഇത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്താനും അസമത്വം കുറയ്ക്കാനുമാണ് ശ്രമിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൺ എൻഗേജ്മെന്റ്. വിശാലമായ സാമൂഹ്യ ഘടന പൗരന്മാർക്ക് സമൂഹത്തിൽ ഇടപെടലിനും പങ്കാളിത്ത പ്രവർത്തനത്തിനുമുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. ഇത് വ്യക്തികൾക്ക് അധികാര ഘടനയെ ചോദ്യം ചെയ്യാനും സാമൂഹ്യ മാറ്റത്തിനെതിരെ വാദിക്കാനും തങ്ങളുടെ സാമൂഹ്യ നീതി നേടിയെടുക്കാനും സഹായിക്കുന്നു. ഇനി കോമ്പണൻസ്. നാഷണൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദേശീയ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ ഒരു പ്രത്യേക രാജ്യത്തിന്റെയോ ദേശീയ രാഷ്ട്രത്തിന്റെയോ ഉള്ളിൽ ഭരണത്തിന്റെ ആണിക്കല്ലാണിത്. ഈ സ്ഥാപനങ്ങൾ സർക്കാർ നിയമ നിർമ്മാണത്തെ ജുഡീഷ്യറി, ബ്യൂറോക്രസി എന്നിവ ഉൾപ്പെടുന്നതാണ്. ഇത് ഗവൺമെന്റ് നയങ്ങൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനും ക്രമസമാധാനം പാലിക്കാനുമാണ് ശ്രമിക്കുന്നത്. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. യാതൊന്നും പ്രതീക്ഷിക്കാതെ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സ്ഥാപനങ്ങളാണിത്. NGO പോലുള്ള സംഘടനകൾ, ഇതര സംഘടനകൾ പരിസ്ഥിതി മുന്നേറ്റത്തിന് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരം സംഘടനകൾ യാതൊരു ഗവൺമെന്റ് അധികാരത്തിന്റെ കീഴിലും പ്രവർത്തിക്കുന്നതല്ല, മറിച്ച് സ്വതന്ത്ര സ്ഥാപനങ്ങളായിട്ട് നിലകൊള്ളുന്നതാണ്. ഇനി പൊളിറ്റിക്കൽ പാർട്ടീസ്. ഒരു രാജ്യത്തിന്റെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ആശയങ്ങളും വെച്ചു പുലർത്തുന്നതാണ്. ഇത്തരം പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരം കൈയാളുവാൻ പരിശ്രമിക്കുന്നു. ഇത്തരം പാർട്ടികൾ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. ഇനി സിവിൽ സൊസൈറ്റി. ഇതിൽ വ്യത്യസ്തമായ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് സർക്കാരിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇത് ലിംഗസമത്വം, സാമൂഹ്യനീതി എന്നിവ ഉറപ്പുവരുത്തുന്നു. ഇനി സ്ട്രക്ചറൽ ഡൈനാമിക്. വിശാലമായ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഘടനയും ചലനാത്മകതയും സംഘടന ചട്ടക്കൂടിനെയും ദേശീയ ആഗോള തലത്തിലെ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും പരിണാമത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിൽ ക്രമീകരണങ്ങൾ, അധികാര ബന്ധങ്ങൾ, വിവിധ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇനി പവർ റിലേഷൻസ്. അധികാരം, ബലപ്രയോഗം, സ്വാധീനം എന്നിവ ഉൾപ്പെടെയുള്ള അധികാര ചലനാത്മകതയാണ് ഇതിൽ പറയുന്നത്. തീരുമാനങ്ങൾ എടുക്കാനും അധികാരം ആർക്കാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലൂടെ സങ്കീർണമായ പ്രക്രിയകളിലും തീരുമാനമെടുക്കുന്നു. ഈ പ്രക്രിയകളിൽ ചർച്ചകൾ, വിട്ടുവീഴ്ചകൾ, രാഷ്ട്രീയക്കാർ, താൽപര്യ ഗ്രൂപ്പുകൾ, പൗരന്മാർ തുടങ്ങിയ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. പോളിസി ഫോർമേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമാണ് നയങ്ങൾ രൂപീകരിക്കുന്നത്. ഇനി പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് ഐഡിയോളജിക്കൽ. രാഷ്ട്രീയ സംസ്കാരം എന്നത് രാഷ്ട്രീയ സ്വഭാവത്തെയും സ്ഥാപനങ്ങളെ രൂപപ്പെടുത്തുന്നു. മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, മാനദണ്ഡങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ലോക്കൽ പവർ സ്ട്രക്ചർ ആൻഡ് വൈഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. പ്രാദേശിക അധികാര ഘടനകളും രാഷ്ട്രീയ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രാദേശിക അധികാര ഘടനകൾ നയങ്ങൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വിശാലമായ രാഷ്ട്രീയ സംവിധാനങ്ങളുമായി ഇടപഴകുന്നുണ്ട്. ഫണ്ടിങ്, ഇൻഫ്രാസ്ട്രക്ചർ, സാമൂഹ്യ വിതരണം എന്നിവ ഇവ രണ്ടിലും ഉൾപ്പെടുന്നുണ്ട്. വിശാലമായ രാഷ്ട്രീയ പ്രാദേശിക കമ്മ്യൂണിറ്റികളിലെ അധികാരം ചലനാത്മകതയും അസമത്വങ്ങളെയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. സാമൂഹികമോ സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ മാറ്റത്തിന് വേണ്ടി വാദിക്കുകയും പ്രാദേശിക തലത്തിലെ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കുന്നു. പ്രാതിനിധ്യത്തിന്റെയും രാഷ്ട്രീയ പങ്കാളിത്തത്തിന്റെയും ബന്ധം ഇവ രണ്ടും ഊന്നി പറയുന്നു. ആഗോള സാമ്പത്തിക ശക്തികളിലെ സ്വാധീനമാണ് അടുത്തത്. വിശാലമായ രാഷ്ട്രീയ ഘടന പ്രാദേശിക അധികാര ഘടനയെ നിയമങ്ങളും നയങ്ങളും ഉപയോഗിച്ച് സ്വാധീനം ചെലുത്തുന്നു. അപ്പൊ നമ്മൾ ഇന്ന് യൂണിറ്റിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഒന്ന് ലോക്കൽ സ്ട്രക്ചർ പവറും അതിന്റെ സിഗ്നിഫിക്കൻസും വേരിയേഷൻസും അതിൽ വരുന്ന ടൈപ്സും ആണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വൈഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസും കോമ്പണൻസും, പിന്നെ ഇവ തമ്മിലുള്ള ബന്ധവുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.